ഇനി ടാൻസാനിയയിലേക്കാണ്. അവിടെ നമ്മുടെ സ്മിത ഹരിദാസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇന്നലെ ദാർ ഇസ് സലാമിലെ തെരുവോര കച്ചവടക്കാരുടെ ഇടയിൽ കടന്നു എന്ന് അവിടെ വിശേഷങ്ങളൊക്കെ നമ്മോട് പറഞ്ഞു. ഇന്ന് സ്മിത ഹരിദാസ് അവിടുത്തെ ബീച്ചും മസായിയും ഒക്കെ അവിടെയൊക്കെ കടന്ന് അവിടുത്തെ എത്യോപ്യൻ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ കറങ്ങി നടക്കുക. സ്മിതയുടെ നാളുകൾ. ദാറുസലാമിലെ ബീച്ചുകൾ വളരെ പ്രശസ്തമാണ്. നല്ല ഭംഗിയുള്ള ബീച്ചുകളുണ്ട്. ഈ ബീച്ചുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ റിസോർട്ടുകൾക്കൊക്കെ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ബിൽഡിങ്സുമായിട്ട് കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട് ചില ബന്ധങ്ങളുണ്ടെന്ന് തോന്നും. ഓട് വെച്ചതുപോലെ തോന്നും, പക്ഷെ ഓടല്ല പലതിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ സിമെന്റുകളൊക്കെ നമ്മുടെ പണ്ടത്തെ കാലത്തെ തറവാടുകളിൽ ഉപയോഗിച്ചിട്ടുള്ള പോലെ. ഞങ്ങളിപ്പോൾ ബീച്ചിലേക്ക് പോകുമ്പോൾ അപ്പോൾ ബീച്ചിൻ്റെ ഒരു സൗന്ദര്യം, അതിനോടൊപ്പം തന്നെ ഇതും ഒന്ന് എടുത്തു പറയണം എന്ന് തോന്നി. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരാന്തകളൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ ഈ പനയോല പോലെയുള്ള ഓരോ കൂടാരങ്ങൾ കെട്ടിയിട്ടിരിക്കുക ബീച്ചിന്റെ സൈഡിൽ. അവിടെ നമുക്ക് ഇരിക്കാം, കാറ്റ് കൊള്ളാം. നല്ല മനോഹരമായ ബീച്ചാണ്, ബ്യൂട്ടിഫുൾ ബീച്ചസ്. കടൽ തീര നഗരം എന്ന് പറയുന്നത് വെറുതെ അല്ല ദാറുസലാമിനെ. അത്രയും മനോഹരമായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ബീച്ചിന്റെ സൈഡിൽ ഇവിടെ മസായിമാരുണ്ട്. ഇവരുടെ വസ്ത്രം ഇവരുടെ ട്രഡീഷണൽ വസ്ത്രമാണ്. ഇതൊക്കെ വിൽക്കാവുന്നതാ. ഷിങ്കാപ്പി 4,000. ഇംഗ്ലീഷ്, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് പറയണു. ഷിങ്കാപ്പി എന്ന് വെച്ചാൽ എത്രയാന്നാ, അപ്പൊ ഇംഗ്ലീഷില് 4,000 എന്ന് പറഞ്ഞു. നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ ഒരു 30 രൂപയുടെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ 1 രൂപയ്ക്ക് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിന് 30-33 രൂപയോളം ഇവരുടെ ഷില്ലിങ് കിട്ടും. ഇതുമൊക്കെ ചെരുപ്പ് ഇവരുടെ മസായി ചെരുപ്പാണ്. നല്ല ഭംഗിയുള്ള ചെരുപ്പാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്. എന്ന് പറഞ്ഞ എന്താ? What is? I am coming from India. India. Yeah. What is your name? My name is Masai. അത് മാത്രമല്ല, നമ്മുടെ അവിടുത്തെ തട്ടുകട പോലത്തെ സ്ഥലങ്ങളുണ്ട് ഇവിടെ. കണ്ടു കഴിഞ്ഞാൽ സുഗിയനും മുണ്ടമ്പൊരിയും ഒക്കെയാന്ന് തോന്നും. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോണറ്റ്, പിന്നെ ഇവിടുത്തെ സാധാരണ മിഷ്കാക്കി, ഇറച്ചി ഇങ്ങനെ ഇർക്കിളി പോലെ കുത്തിയിട്ടുള്ള മിഷ്കാക്കി. എത്യോപ്യൻ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ദാറുസലാമിൽ എത്യോപ്യൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വന്നതാണ്. ഇത് ഇവരുടെ ഒരു വലിയ ഇങ്ങനെ പന കൊണ്ടുണ്ടാക്കിയ വലിയ എന്താ പറയുക പ്ലേറ്റിൻ്റെ ഷേപ്പിൽ അവരൊരു രീതി, അതാ ഒരു കൺവെൻഷനൽ. ഒരു ഫാമിലി വന്ന് എല്ലാവർക്കും കൂടി ഇതിൽ നിന്നാണ് കഴിക്കേണ്ടാവുക. ഇതിൽ ടെഫ് എന്ന് പറഞ്ഞ ധാന്യം കൊണ്ട്, കുറച്ച് പുളിയുള്ള നമ്മുടെ അപ്പം പോലെ, ടെഫ് എന്ന് പറഞ്ഞ ധാന്യം കൊണ്ട് ഇഞ്ചരയാണ്. ഇഞ്ചരയുണ്ട്. ഇത് ഡൊറോവാട്ടാണ്, ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിൽ മുട്ടയുണ്ടാവും. ഡൊറോവാട്ടും ഇഞ്ചരയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ബീഫുണ്ട്, അതുപോലെ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കറി ഉണ്ടാവും. പിന്നെ ഇതിലൊരു സോസ് ഉണ്ട്, അത് നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ പോലത്തെ. അപ്പം എത്യോപ്യൻ ഫുഡ് നല്ല രുചികരമാണ്. അതുപോലെ തന്നെ അവരൊരു കൾച്ചറും ഭയങ്കര രസമാണ്. ഒരു വൈകുന്നേരത്തിൻ്റെ ദൃശ്യങ്ങൾ, വിശേഷങ്ങളായിരുന്നു ഇന്നത്തത്. ബീച്ചിൽ പോയിരുന്നു, അതുപോലെ എത്യോപ്യൻ ഫുഡ് കഴിച്ചു, മസായിയെ കണ്ടു, ചെരുപ്പ് വാങ്ങി മസായിയുടെ നിന്ന്. മസായി ചെരുപ്പാണ്, നല്ല ഭംഗിയുള്ള ചെരുപ്പുകളാണ്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും നമസ്കാരം. സ്മിത ഹരിദാസ് ടാൻസാനിയ ചുറ്റി നടക്കണം. ഉള്ള കാശൊക്കെ ചെലവഴിച്ചിരിക്കുകയാണ്. പിന്നെ ഒന്നേ പറയാനുള്ളൂ, മകളെ വേഗം മടങ്ങി വരൂ. ഉള്ള പണം പോക്കറ്റിൽ കിടക്കട്ടെ.